Hello aspirants, കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. ജനുവരി 2024 കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുരസ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പുരസ്കാരങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കോഡൊക്കെ ഉപയോഗിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. അതുകൊണ്ട് പുരസ്കാരങ്ങൾ ഒഴികെയുള്ള ജനുവരി 2024 ആനുകാലികമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബ്ലോഗിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. സോ വെൽക്കം ടു സൺഡേ സീഡ്സ് PSC ക്ലാസ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേരിട്ടിരിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേരിട്ടിരിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ഈ പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ എന്താണ് ഈ സ്കൈ പാർക്ക് എന്ന് മനസ്സിലായോ? അതായത് സ്കൈ ഗേസിംഗ്, വാന നിരീക്ഷണത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ സ്കൈ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ സ്കൈ ഗേസിംഗ് പാർട്ടീസൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്കൈ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മിനിമം ലൈറ്റ് പൊല്യൂഷൻ ഒന്നും കാണത്തില്ല, നന്നായിട്ട് സ്കൈ വാന നിരീക്ഷണത്തിന് പറ്റിയ സ്ഥലമായിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേരിട്ടിരിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ് ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി നമുക്ക് പഠിച്ചിട്ട് പോകാം. വിച്ച് ഇസ് എ ന്യൂ ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ? 2024 ആഡ് ചെയ്ത 55ാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? ധോൽപൂർ കരൗളി ടൈഗർ റിസർവ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാനിലുള്ള ധോൽപൂർ കരൗളി ടൈഗർ റിസർവ് ആണ് 55ാമത്തെ ടൈഗർ റിസർവ്. അടുത്ത ചോദ്യം നോക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയയാണ്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത് എന്നാണ്? ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത് 2024 ജനുവരി 6-നാണ്. അപ്പോൾ ജനുവരി 6-നാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. എന്നാണ് വിക്ഷേപിക്കുന്നത്? 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സൂര്യനെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 127 ദിവസത്തിന് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്തുന്നത്. L1 എന്നാൽ എന്താണ്? L1 ലഗ്രാഞ്ച് പോയിന്റ് എന്നാണ്. എന്താണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഭൂമിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ നിഴൽ തടസ്സം കൂടാതെ സദാസമയവും സൂര്യനെ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ഒരു പോയിന്റാണ്. അതാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. അത് വിക്ഷേപിക്കുന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സൂര്യനെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 127ാം ദിവസമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലഗ്രാഞ്ച് പോയിന്റ് എന്നാണ് അർത്ഥം. ഭൂമിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും നിഴൽ തടസ്സം ഉണ്ടാകാതെ സദാസമയവും സൂര്യനെ വീക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ലഗ്രാഞ്ച് പോയിന്റ്. മിഷൻ ഡയറക്ടറിന്റെ പേരെന്താ? നിഗർ ഷാജി. നിഗർ ഷാജിയാണ് ആദിത്യ L1 മിഷൻ ഡയറക്ടർ. ഓക്കെ, ഡീലാണല്ലോ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 206 അടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിജയവാഡയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ, ലോകത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രതിമയും ഇത് തന്നെയാണ്. ഈ 206 അടി ഉയരമുള്ള വിജയവാഡയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയാണ്. ഓക്കെ, അപ്പോൾ അത് ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഏറ്റവും വലിയ പ്രതിമ, 206 അടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ്. ഡീൽ. അടുത്ത ചോദ്യം. 2024 ജനുവരി 1-ന് ISRO ഭ്രമണപഥത്തിലേക്ക് എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹം എക്സ്പോസാറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? അപ്പോൾ എക്സ്പോസാറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണെന്നാണ് ചോദ്യം. PSLV C-58 ആണ്. എന്താണ് ഈ എക്സ്പോസാറ്റ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ബ്ലാക്ക് ഹോൾ, അതുപോലെ സജീവ ഗാലക്സി ന്യൂക്ലിയസ്, നെബുലകൾ തുടങ്ങിയ വിവിധ ജ്യോതിശാസ്ത്ര സ്രോതസ്സുകളെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയാണ് ഇത് വിക്ഷേപിക്കുന്നത്. പ്രധാനമായിട്ട് 2 പേലോഡുകളുണ്ട്, പോളിക്സും എസ്പെക്റ്റും.
ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമാണ് എക്സ്പോസാറ്റ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. ഇമേജിംഗ് എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ 2021 നാസ വിക്ഷേപിച്ചിരുന്നു. അതാണ് ആദ്യത്തേത്. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമായിരുന്നു എക്സ്പോസാറ്റ്. അത് കൊണ്ടുപോകാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതെന്നായിരുന്നു നമ്മുടെ ചോദ്യം. PSLV C58. ഇതിൽ 2 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം പഠിക്കാം. അടുത്ത ചോദ്യത്തിന് മുമ്പ് വിസാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് പൂജപ്പുര LBSലെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹമാണ്. അത് നാനോ സാറ്റലൈറ്റാണ് വിസാറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പോസാറ്റിൻ്റെ കൂടെ ഒരു 10ഓളം നാനോ സാറ്റലൈറ്റുകളും വിക്ഷേപിച്ചിരുന്നു. അതിലൊന്നാണ് വിസാറ്റ്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ, വെതർ കണ്ടീഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ഒരു ഉപഗ്രഹമായിരുന്നു ഈ വിസാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത പൂജപ്പുരയിലെ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹമാണ്. നാനോ സാറ്റലൈറ്റാണ് വിസാറ്റ്. എക്സ്പോസാറ്റിനൊപ്പം വിക്ഷേപിച്ചതാണ് ഈ ഉപഗ്രഹവും നാനോ സാറ്റലൈറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ജനുവരി 1 മുതൽ എല്ലാ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം ഏതാണ്? ദുബായ് ആണ്. 2024 ജനുവരി 1 മുതൽ എല്ലാ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഗൾഫ് രാജ്യം ദുബായ് ആണ്. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനമാണ് ലക്ഷ്യം. ഈ നിയമം ലംഘിച്ചാൽ 200 ദിർഹമാണ് പിഴ. 200 ദിർഹമാണ് ഈ നിയമം ലംഘിച്ചാലുള്ള പിഴ. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം ലക്ഷ്യമിട്ടാണ് ദുബായ് ഈ നിയമം കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗരം, അതായത് സിറ്റി ഓഫ് ലിറ്ററേച്ചർ, ഉയർത്തിക്കാട്ടുന്നതിനായിട്ട് കേരളത്തിലെ ഏത് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത്? കോഴിക്കോട്. ഉത്തരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഉയർത്തിക്കാട്ടുന്നതിനായിട്ട് കേരളത്തിലെ ഏത് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത്? കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതിലോട്ട് കോഴിക്കോട് ആഡ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് കിട്ടിയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഈ പദവി ലഭിക്കുന്ന ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. 55 പുതിയ നഗരങ്ങളെയാണ് യുനെസ്കോയുടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംഗീത നഗരങ്ങളുടെ പട്ടികയിൽ മധ്യപ്രദേശിലെ ലാഹോറും ഇടം നേടിയിട്ടുണ്ട്. ലാഹോറും ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ചത് നമ്മുടെ കോഴിക്കോടിനാണ്. അടുത്ത ചോദ്യം നോക്കാം. റോഡ് അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുകയും രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ രൂപകൽപ്പന നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? സോഫ്റ്റ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. സോഫ്റ്റ് എന്നാൽ സേവ് അവർ ഫെലോ ട്രാവലർ. അതാണ് സോഫ്റ്റ്. എന്താണ് പദ്ധതി? റോഡ് അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കാനും ഇനി രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് സോഫ്റ്റ്. സേവ് അവർ ഫെലോ ട്രാവലർ. ഡീൽ. അടുത്ത ചോദ്യം നോക്കാം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രിവെൻഷൻ ആക്ട്, അതായത് UAPA പ്രകാരം ഏത് സംഘടനയാണ് ആഭ്യന്തര മന്ത്രാലയം അൺലോഫുൾ അസോസിയേഷനായിട്ട് പ്രഖ്യാപിച്ചത്? അപ്പോൾ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഏത് സംഘടനയാണ് ആഭ്യന്തര മന്ത്രാലയം അൺലോഫുൾ അസോസിയേഷനായിട്ട് പ്രഖ്യാപിച്ചത്? തെഹ്രീക്ക്-ഇ-ഹുറിയത്തിനെയാണ് അൺലോഫുൾ അസോസിയേഷനായിട്ട് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗാൻഡ നടത്തുന്നതുകൊണ്ടും അതുപോലെ ജമ്മു കാശ്മീരിൽ അവർ വിഭജനം ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതും കൊണ്ടാണ് അൺലോഫുൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചത്. തെഹ്രീക്ക്-ഇ-ഹുറിയത്ത്. അടുത്ത ചോദ്യം നോക്കിയാണല്ലോ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുത കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏതാണ്? 2024 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് വൈദ്യുത കരാറിൽ ഒപ്പിടുന്ന അയൽ രാജ്യം നേപ്പാളാണ്. 10,000 മെഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്യുക ഇന്ത്യയിലോട്ട് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നേപ്പാളുമായിട്ട് ഈ ഒരു വൈദ്യുത കരാർ ഒപ്പിട്ടിരിക്കുന്നത്. സെക്രട്ടറി ഫോർ ദ നേപ്പാളീസ് മിനിസ്ട്രി ഓഫ് എനർജി, വാട്ടർ റിസോഴ്സസ് ആൻഡ് ഇറിഗേഷൻ ഗോപാൽ സിഗ്ഡലും ഇന്ത്യൻ എനർജി സെക്രട്ടറി ആയിട്ടുള്ള പങ്കജ് അഗർവാളുമാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ MOUയിൽ സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2024 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് വൈദ്യുത കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യമാണ് നേപ്പാൾ. 10,000 മെഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ വരുന്ന കാലങ്ങളിൽ നിന്നുള്ളതാണ് ഈ വൈദ്യുത കരാറിൻ്റെ ലക്ഷ്യം. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കാം. 4ാം തവണയും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായത് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ് 4ാം തവണയും തുടർച്ചയായിട്ട്
പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയാണ്. 1996 ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാകുന്നത്. 5ാം തവണയാണ് ഇപ്പോൾ ഈ സ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ 4 പ്രാവശ്യം തുടർച്ചയായിട്ട് 1996 മുതൽ 4 തവണ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 5ാം തവണയാണ് ഈ പ്രധാനമന്ത്രി പദം വഹിക്കുന്നത്. അപ്പം 4ാം തവണയും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തുടർച്ചയായ 4ാം തവണയും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോ ആയിരുന്നു. പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ് ആണ് ഇമ്മാനുവൽ മാക്രോ. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഇമ്മാനുവൽ മാക്രോ ആയിരുന്നു 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. അദ്ദേഹം ആരാണ്? ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ്. അടുത്ത ചോദ്യം. 2024 ജനുവരിയിലെ ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായ വ്യക്തി ആരാണ്? ഗൗതം അദാനിയാണ്. ആഗോള കോടീശ്വര പട്ടികയിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായ വ്യക്തി ഗൗതം അദാനി. 2024 ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് 2024 ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി. ആരാണ്? വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഡീൽ. അടുത്ത ചോദ്യം പഠിക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ മലയാളി ആരാണ്? മുമ്പ് നമ്മൾ പഠിച്ചത് 2024 ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ മലയാളി ഡോക്ടർ ആർ വി അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ മലയാളി. അടുത്ത ചോദ്യം. കാർഷിക സാങ്കേതിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് കേരളം വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിൻ്റെ പേരെന്താണ്? കാർഷിക സാങ്കേതിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് കേരളം വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിൻ്റെ പേര് കൈരളി എന്നാണ് AI പ്രോസസ്സറിൻ്റെ പേര്. 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചത്? 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ആകാശ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാനാണ്. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതുതായി വന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയതായിട്ട് വന്ന 5 രാജ്യങ്ങൾ UAE, ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഇറാൻ ആൻഡ് എത്യോപ്യ. ഈ 5 രാജ്യങ്ങളാണ് ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതുതായിട്ട് വന്ന രാജ്യങ്ങൾ. ഒന്നുകൂടി പറയാം. UAE, ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഇറാൻ ആൻഡ് എത്യോപ്യ. 2006 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. 2019 ആരും കൂടി വന്നു? ദക്ഷിണാഫ്രിക്കയും കൂടി വന്നു. നിലവിൽ അധ്യക്ഷ പദവി റഷ്യക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ 1 കോടി ജനങ്ങളുടെ വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത പദ്ധതിയുടെ പേര് എന്താണ്? അപ്പോൾ ഇന്ത്യയിൽ 1 കോടി ജനങ്ങളുടെ വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പദ്ധതി നടപ്പാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. ഓക്കെ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് UAE. ആൻസർ UAE. അടുത്ത ചോദ്യം. ഒരു വർഷത്തിനിടയിൽ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിൽ ഇടം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് വസീം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2024 ജനുവരി 1 പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സൈനിക് സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? 2024 ജനുവരി 1 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ആദ്യത്തെ സൈനിക് സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മധുരയിലെ വൃന്ദാവനം.
മുതലാണ് എല്ലാ പാക്കറ്റുകളിലും നിർമ്മാണ തീയതിയും യൂണിറ്റ് വിൽപ്പന വിലയും അച്ചടിക്കുന്നത് നിർബന്ധമാക്കിയത്. അപ്പോൾ എല്ലാ പാക്കറ്റുകളിലും ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, നിർമ്മാണ തീയതിയും അതുപോലെ യൂണിറ്റ് വിൽപ്പന വില, യൂണിറ്റ് സെല്ലിംഗ് പ്രൈസും നിർബന്ധമായിട്ടും പ്രിന്റ് ചെയ്തിരിക്കണം. ഈ നിയമം വന്നത് എന്ന് മുതലാണ്? 2024 ജനുവരി 1 മുതൽ. 2024 ജനുവരി 1 മുതൽ എല്ലാ പാക്കറ്റുകളിലും നിർമ്മാണ തീയതിയും അതുപോലെ തന്നെ യൂണിറ്റ് വിൽപ്പന വിലയും നിർബന്ധമായിട്ടും അച്ചടിച്ചിരിക്കണം. ഡീൽ. അടുത്ത ചോദ്യം നോക്കാം. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത് ഗുജറാത്താണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത്? അതും ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ഏത് സംസ്ഥാനത്താണ്? അതും ഗുജറാത്താണ്. പുറത്തുനിന്നുള്ളവർ സംസ്ഥാനത്തെ കൃഷിയും ഹോർട്ടിക്കൾച്ചർ ഭൂമിയും വാങ്ങുന്നത് നിരോധിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അതായത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ, ആ സംസ്ഥാനത്തിലല്ലാത്ത ആൾക്കാർ അവിടെ കൃഷിയും ഹോർട്ടിക്കൾച്ചർ ഭൂമിയും വാങ്ങാൻ പാടില്ല എന്ന നിയമമുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ പുറത്തു നിന്നുള്ളവർ സംസ്ഥാനത്തെ കൃഷിയും ഹോർട്ടിക്കൾച്ചർ ഭൂമിയും വാങ്ങുന്നത് നിരോധിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണ മാസമായിട്ട് ആചരിക്കുന്നത് ഏതു മാസമാണ്? ജനുവരിയാണ് സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണ മാസമായിട്ട് ആചരിക്കുന്നത്. ഏത് ഉപഗ്രഹം വിക്ഷേപിക്കാൻ വേണ്ടിയാണ് ISRO ആദ്യമായി ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിക്കുന്നത്? ഏത് ഉപഗ്രഹം വിക്ഷേപിക്കാനാണ്? GSAT-20 വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ISRO ആദ്യമായിട്ട് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഡീൽ. അടുത്ത ചോദ്യം. സിയാച്ചിൻ ഹിമാനിയിൽ, ഇവിടെ സിയാച്ചിൻ ഉണ്ട്, സിയാച്ചിൻ ഹിമാനിയിൽ കുമാർ പോസ്റ്റിൽ വിന്യസിച്ച ആദ്യ വനിതാ സൈനിക ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. സിയാച്ചിൻ ഹിമാനിയിൽ കുമാർ പോസ്റ്റിൽ വിന്യസിച്ച ആദ്യ വനിതാ സൈനിക ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ദക്ഷിണേന്ത്യയിലെ ഹാൻലെ എന്നറിയപ്പെടുന്ന സ്ഥലം എന്താണ്? എന്താണ് ഹാൻലെ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഹാൻലെ ലഡാക്കിലുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ആദ്യത്തെ ചോദ്യം നമ്മൾ പഠിച്ചായിരുന്നു, സ്കൈ റിസർവ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഡാർക്ക് സ്കൈ പാർക്കായിരുന്നു അത്. ഏതാണ് ഡാർക്ക് സ്കൈ പാർക്ക്? ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്നത് പെഞ്ച് ടൈഗർ റിസർവിനാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആണ് ഹാൻലെ എന്ന് പറയുന്നത്. അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത അവിടുത്തെ പ്രിസ്റ്റീൻ സ്കൈയും അതുപോലെ അവിടുത്തെ ലൈറ്റ് പൊല്യൂഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലതായിട്ട് സ്കൈ ഗേസിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് ആണ് ഹാൻലെ എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലെ ഹാൻലെ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. അത് കർണാടകയിലെ തലക്കാവേരിയാണ്. അപ്പോൾ കർണാടകയിലെ തലക്കാവേരിയാണ് ദക്ഷിണേന്ത്യയിലെ ഹാൻലെ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ഏതാണ്? ഹാൻലെയാണ്. അടുത്ത ചോദ്യം. 2024 ഹെങ്ക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം ഏതാണ്? UK. അടുത്ത ചോദ്യം. കദിയാൻ സാരീസ് അടുത്തിടെ ഭൂമിശാസ്ത്രപരമായി സൂചിക ടാഗ് ലഭിച്ചതാണ്. ഇത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? പശ്ചിമ ബംഗാളിൻ്റെതാണ് കദിയാൻ സാരീസ് എന്ന് പറയുന്നത്. അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ സൂചിക ഇൻഡെക്സ് ലഭിച്ച, സൂചിക ടാഗ് ലഭിച്ചതാണ് പശ്ചിമ ബംഗാളിൻ്റെതാണ് കദിയാൻ സാരീസ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? വികാസ് ഷീലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. വികാസ് ഷീൽ. മഹാകവിതൈ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? വൈരമുത്തുവിൻ്റെതാണ് മഹാകവിതൈ എന്ന പുസ്തകം. വൈരമുത്തു. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന നടപ്പിലാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന നടപ്പിലാക്കുന്ന ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. കാശ്മീരി ലിപി ഡിജിറ്റലാക്കാൻ മുൻകൈയെടുത്ത 2 സോഫ്റ്റ്വെയർ കമ്പനികൾ ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റും ഗൂഗിളുമാണ് കാശ്മീരി ലിപി ഡിജിറ്റലാക്കാൻ വേണ്ടി മുൻകൈയെടുത്ത 2 സോഫ്റ്റ്വെയർ കമ്പനികൾ. പരീക്ഷാ ഹാളിൽ ഏത് തരം രോഗികൾക്ക് മരുന്ന് കൊണ്ടുപോകാനുള്ള അനുവാദമാണ് കേരള PSC ഈ അടുത്തിടെ നൽകിയത്? ടൈപ്പ് 1 പ്രമേഹം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് കേരള PSC അനുവാദം നൽകിയിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ മരുന്ന് ഉപയോഗിക്കാം, മരുന്ന് കൊണ്ടുപോകാം. അടുത്ത ചോദ്യം. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതായിരുന്നു 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ തീം.
ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ്? ആടുജീവിതമാണ് ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതമാണ്. ആടുജീവിതം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള നോവലും. അടുത്ത ചോദ്യം, IPL 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് IPL 4000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ മലയാളി. അടുത്ത ചോദ്യം, 2024 പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനം ഏതാണ്? സംവിധാനത്തിൻ്റെ പേരാണ് മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ എന്നാണ്. മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. അപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനത്തിൻ്റെ പേര് മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. ദേശീയ പുരസ്കാരമായ കുവെംപു രാഷ്ട്രീയ പുരസ്കാരം ഏത് മേഖലയിലാണ് നൽകുന്നത്? രാഷ്ട്രീയ പുരസ്കാരമാണ് കുവെംപു രാഷ്ട്രീയ പുരസ്കാരം. അത് ഏത് മേഖലയിലാണ് നൽകുന്നത്? സാഹിത്യ പുരസ്കാരമാണത്. 2024 ജനുവരി 7 രാജ്യത്തെ ആദ്യത്തെ ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ്, അതിൻ്റെ പേര് പ്രസാദം, ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഉജ്ജയിനിലാണ് ഉദ്ഘാടനം ചെയ്തത്. 2024 ജനുവരി 7 രാജ്യത്തെ ആദ്യത്തെ ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് പ്രസാദം ഏത് സ്ഥലത്താണ്? ഉജ്ജയിനിൽ. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഏത് പതിപ്പാണ് വേർഡ് പാഡ് ആപ്പ് നീക്കം ചെയ്തത്? വേർഡ് പാഡ് ആപ്പ് നീക്കം ചെയ്തത് ഏത് പതിപ്പാണ്? വിൻഡോസ് 11 ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ വേർഡ് പാഡ് ആപ്പ് നീക്കം ചെയ്തത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ CEO ആയിട്ട് നിയമിതനായത് ആരാണ്? രഘുറാം അയ്യരാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ CEO ആയിട്ട് നിയമിതനായത്. രഘുറാം അയ്യർ. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? അന്തരിച്ചു പോയിരുന്നു. അപ്പോൾ അത് ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു, പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ഈ കൃതികളും ഒക്കെ നമുക്ക് പിന്നീട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ ചെയ്യാം. കേരളത്തിലെ ഏത് പൊതുമേഖലാ യൂണിറ്റാണ് PSLV 57 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ വിതരണം ചെയ്യുന്നത്? കെൽട്രോൺ ആണ്. കേരളത്തിലെ ഏത് പൊതുമേഖലാ യൂണിറ്റാണ് PSLV 57 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ വിതരണം ചെയ്യുന്നത്? കെൽട്രോൺ ആണ്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കവരത്തിയിലാണ്. ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കവരത്തിയിലാണ്. അടുത്ത ചോദ്യം, 2024 ജനുവരി 7 നടന്ന 81ാം വാർഷിക ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒന്നാമതെത്തിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ ആണ് ഒന്നാമതെത്തിയ സിനിമ. 2024 ജനുവരി 7 നടന്ന 81ാമത് വാർഷിക ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒന്നാമതെത്തിയ സിനിമ ഓപ്പൺഹൈമർ ആണ്. ഒരു കച്ചേരിയിലാകെ 140 ഭാഷകളിൽ പാടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളി ആരാണ്? സുചേത സതീഷാണ്. ഒരു കച്ചേരിയിൽ ആകെ 140 ഭാഷകളിൽ പാടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളി സുചേത സതീഷ്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ്? 525 രൂപയുടെ നാണയമാണ്. സർക്കുലേഷന് വേണ്ടിയിട്ടുള്ളതല്ല, മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ്. എത്രൻ്റെ നാണയമാണ്? 525 രൂപയുടെ നാണയമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവിയുടെ പേരെന്താണ്? R ഹരികുമാറാണ്. ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവി R ഹരികുമാർ. വിദേശ രാജ്യങ്ങളിൽ ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക ഹിന്ദി ദിനം ആചരിക്കുന്നത്? ലോക ഹിന്ദി ദിനം ജനുവരി 10 ആണ്. ജനുവരി 10 ലോക ഹിന്ദി ദിനം. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളിൻ്റെ പേരെന്താണ്? ഉഗ്രം എന്നാണ് റൈഫിളിൻ്റെ പേര്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളാണ് ഉഗ്രം. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏത് മന്ത്രാലയത്തിനാണ്? പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കടൽ പാലത്തിൻ്റെ പേരെന്താണ്? അടൽ സേതു എന്നാണ് കടൽ പാലത്തിൻ്റെ പേര്. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ പാലമാണ് അടൽ സേതു.
മികച്ച നേട്ടം എന്ന വിഭാഗത്തിൽ 2023 ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ്? അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ എന്ന വിഭാഗത്തിൽ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ്? ISROയ്ക്കാണ് അവാർഡ് ലഭിക്കുന്നത്. കുതിരസവാരി കായിക രംഗത്ത് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യകൃതി സിംഗ് ആണ് കുതിരസവാരി കായിക രംഗത്ത് അർജുന അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത, ദിവ്യകൃതി സിംഗ്. ലക്ഷദ്വീപിലെ ഏതു ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായിട്ട് പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നത്? മിനിക്കോയ് ദ്വീപിലാണ്. ലക്ഷദ്വീപിലെ ഏതു ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായിട്ട് പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നത്? മിനിക്കോയ് ദ്വീപിൽ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നമ്മളിപ്പോൾ പഠിച്ചത് അടൽ സേതു നമ്മൾ പഠിച്ചു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും അഥവാ അടൽ സേതു എന്നും പറയും. 2024 ജനുവരി 13 പുറത്തിറക്കിയ മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് MK സാനു ആണ്. അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം ഏതാണ്? പെരഗ്രെയിൻ മിഷൻ 1 ആണ് അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം, പെരഗ്രെയിൻ മിഷൻ 1. ഏത് ബാങ്കാണ് അടുത്തിടെ സമ്മാൻ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത്? സമ്മാൻ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് ഏത് ബാങ്കാണ്? ഇൻഡസ് ഇൻഡ് ബാങ്കിൻ്റെയാണ് സമ്മാൻ റുപ്പേ ക്രെഡിറ്റ് കാർഡ്. ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥിര നിക്ഷേപം ആരംഭിച്ചത് ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥിര നിക്ഷേപം ആരംഭിച്ചത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മികച്ച ഫിഫ പുരുഷ താരത്തിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ലയണൽ മെസ്സിക്കാണ് ലഭിച്ചത് മികച്ച ഫിഫ പുരുഷ താരത്തിനുള്ള അവാർഡ്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ചത് ഏത് കവിയുടേതാണ്? കുമാരനാശാൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് വീണ്ടും പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആഘോഷിച്ചത് കുമാരനാശാൻ്റെയാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ് ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ. കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ നടപ്പാക്കുക എന്ന പദ്ധതിക്ക് വേണ്ടി നടത്തുന്ന സർക്കാരിൻ്റെ പ്രചരണ പരിപാടിയുടെ പേര് എന്താണ്? തന്മുദ്ര എന്നാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ ഉറപ്പാക്കുക എന്ന പദ്ധതിക്ക് വേണ്ടി നടത്തുന്ന സർക്കാർ പ്രചരണ പരിപാടിയുടെ പേര് തന്മുദ്ര എന്നാണ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം ഏതാണ്? സിഗരറ്റിസ് മേഘമലയൻസിസ് എന്നാണ്. മേഘമല വെള്ളി വരയൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സിഗരറ്റിസ് മേഘമലയൻസിസ് എന്ന പുതിയ ഇനം ചിത്രശലഭമാണ് കണ്ടെത്തിയത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം. അടുത്ത ചോദ്യം. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സംസ്ഥാനത്ത് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കൈരളി. അടുത്ത ചോദ്യം. ത്രിപുര, മണിപ്പൂർ, മേഘാലയ എന്നീ സംസ്ഥാന രൂപീകരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിനമാണ്? ഏത് ദിവസമാണ്? ജനുവരി 21 ത്രിപുര, മണിപ്പൂർ, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുടെ രൂപീകരണ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി 21. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ചന്ദ്രകാന്ത് സോംപുരയാണ്. അദ്ദേഹം ടെമ്പിൾ സ്പെഷ്യലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ മുഖ്യ ശില്പി, ചന്ദ്രകാന്ത് സോംപുര. 2014 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? 2024 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? മാൻസിംഗ് ആണ്. മാൻസിംഗ്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത് എന്നാണ് അതിൻ്റെ പേര്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധത്തിനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വാക്സിൻ്റെ പേരെന്താണ്? ഹാവിഷ്യൂർ എന്നാണ്. ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധത്തിനായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വാക്സിൻ. അടുത്ത ചോദ്യം. 2024 ജനുവരി 22 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് വർഷത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി ആരംഭിച്ച പ്രചരണത്തിൻ്റെ പേരെന്താണ്? ഉപരാഷ്ട്രപതി ആരംഭിച്ച പ്രചരണത്തിൻ്റെ പേര് ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ എന്നാണ്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് വർഷത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ആരംഭിച്ച പ്രചരണത്തിൻ്റെ പേര് ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ. IUCN റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഏതാണ്? ഹിമാലയൻ ചെന്നായയാണ് ദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ജീവി. ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യയിലെ ആദ്യ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ എവിടെയാണ് നിലവിൽ വന്നത്? ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ വരുന്നത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് ഏത് നഗരത്തിലാണ്? കൊച്ചിയിലാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത്. IT പ്രൊഫഷണലുകളായിട്ടുള്ള സ്ത്രീ സംരംഭകർക്കായിട്ട് ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക് ആണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊച്ചിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജനുവരിയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് എവിടെയാണ്? കൊച്ചിയിലാണ്, കൊച്ചിൻ ഷിപ്പ് യാർഡിൽ. ഓക്കെ, അടുത്തത് 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു? ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് കൊട്ടാരക്കര ഭദ്ര. കഥകളി മേഖലയുമായിട്ട് പ്രവർത്തിച്ചിരുന്നു, കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു? കഥകളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് വരുന്നത് ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, ആദിവാസികൾ മാത്രം അഭിനയിച്ച പ്രിയനന്ദൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരെന്താണ്? ദബാരി ക്യുരുവി എന്നാണ്. ആദിവാസികൾ മാത്രം അഭിനയിച്ചിട്ടുള്ള പ്രിയനന്ദൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേര് ദബാരി ക്യുരുവി എന്നാണ്. ഇരുള എന്ന ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തവും അറിയപ്പെടുന്നതുമായ മൺസൂൺ ഇന്ത്യയിലെ ഏത് മൺസൂണാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ലോകത്തിലെ ഏറ്റവും ശക്തവും അറിയപ്പെടുന്നതുമായ ഇന്ത്യൻ മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കാനായിട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കാനായിട്ട് ഡ്രഗ്സ് കൺട്രോൾ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവ് ആരാണ്? ഫെഡറിക് 10ാമനാണ് ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആരാണ്? വി അമ്പിളിയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് വി അമ്പിളി. വംശനാശത്തിൻ്റെ വക്കിലുള്ള ഭാഷയായ മാധിക കണ്ണൂർ ജില്ലയിലെ ഏത് സമുദായമാണ് സംസാരിക്കുന്നത്? ചക്കാലിയ സമുദായം സംസാരിക്കുന്ന ഭാഷയാണ് മാധിക. ഇത് വംശനാശത്തിൻ്റെ വക്കിലുള്ള ഭാഷയാണ് മാധിക. അത് കണ്ണൂർ ജില്ലയിലെ ചക്കാലിയ സമുദായമാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ 5ാമത്തെ രാജ്യം ഏതാണ്? ജപ്പാനാണ് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന 5ാമത്തെ രാജ്യം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം കോന്നിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി ഒരു ചലച്ചിത്രം നിർമ്മാണത്തിലുണ്ട്. അതിൻ്റെ പേര് എന്താണ്? കതിരവൻ എന്നാണ് പേര്. മമ്മൂട്ടിയാണ് നായകൻ. അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴ് പഞ്ചായത്താണ്. തിരുവനന്തപുരത്തുള്ള മലയൻകീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്നത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം, ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85.
നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിലിങ് ലിറൻ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങിയ സംസ്ഥാനം ഏതാണ്? 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കുവാൻ വേണ്ടി റോബോട്ടിനെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? വിവിധ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി റോബോട്ടിനെ നിർമ്മിച്ചത് ആരാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. കോട്ടയത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ആ റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആഴാക്കുളത്താണ്. തിരുവനന്തപുരത്തുള്ള ആഴാക്കുളത്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരെന്താണ്? ചെലോ ആപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? ചെലോ ആപ്പ്. 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? 2024 ജനുവരിയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്. പുതുവത്സരം ആദ്യം എത്തുന്ന രാജ്യം ഏതാണ്? പുതുവത്സരം ആദ്യം ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആദ്യം എത്തുന്ന രാജ്യം ഏതാണ്? കിരിബാത്തിയാണ്. അത് പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമാണ് കിരിബാത്തി. കിരിബാത്തിയിലാണ് ആദ്യം പുതുവത്സരം എത്തുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? മഞ്ചപ്പാലമാണ്. കണ്ണൂരിലെ മഞ്ചപ്പാലത്തിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്. അവസാനത്തെ ചോദ്യം, ആഗോള കുടുംബ ദിനം എന്നാണ്? ജനുവരി 1 ആഗോള കുടുംബ. ജനുവരിയിലെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തോ സേവ് ചെയ്തോ ഒക്കെ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം. ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സുമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഉടനെ തന്നെ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്, വിഷസ് ആൻഡ് പ്രേയേഴ്സ്. താങ്ക് യു.